മിശിഹായിലെ സ്നേഹമുള്ളവരെ, ലൂക്കാ സുവിശേഷകൻ 10-ാമത്തെ അധ്യായം 38 മുതൽ 42 തിരുവചനങ്ങൾ. ലൂക്കാ സുവിശേഷം മാത്രമാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മത്തായി, മാർക്കോസോ, യോഹന്നാനോ ഒന്നും ഈ ഭാഗത്തെ കുറിച്ചിട്ട് ഒരക്ഷരം പ്രതിപാദിക്കുന്നില്ല. മത്തായിയും മറിയവും. യേശുവിനെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതനായിരുന്നു ലാസർ. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശോ പൊട്ടി പൊട്ടി വീങ്ങിക്കരഞ്ഞത്. ഈ ലാസറിന്റെ സഹോദരിമാരാണ് മർത്തായും മറിയവും. ദൈവശാസ്ത്രന്മാര് പറയുന്നത് ഈശോ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈശോ ഭക്ഷണം കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈശോ വന്നപ്പോള് മർത്ത വേഗം പോയിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കറികള് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആകുലതയായി, വ്യഗ്രചിത്തിയായി, ഉത്കണ്ഠയായി. കാരണം ഈശോ നേരത്തെ പറയാണ്ടാണ് ഓടിക്കേറിയത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു VIP കയറി വരുമ്പോൾ, പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാ. ഈശോ അവിടെ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ളതുകൊണ്ട് ഈശോയ്ക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ടാണ് മർത്തയ്ക്ക് ആകുലത, ഉത്കണ്ഠ. പക്ഷേ മർത്തയുടെ ഭാഗത്തൊരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? എന്താ തെറ്റ്? ഈശോയെ, നീ ഭക്ഷണം കഴിച്ചാ എന്നൊരു വാക്ക് മർത്ത ചോദിച്ചാ? ഇല്ല. അന്ന് വന്നപ്പോ ഈശോ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. മർത്ത ചോദിക്കാണ്ട് ഒത്തിരി വ്യഗ്രചിത്തത, ആകുലത, ഉത്കണ്ഠ ഒക്കെ വന്നു. ഈശോ വന്നത് ഭക്ഷണം കഴിക്കാനല്ല, താൻ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരിമാരുടെ അടുത്തിരുന്നിട്ട് സംസാരിക്കാനാ, വർത്താനം പറയാവുന്നത്. ആ സമയത്ത് ഒരാൾ പോയിട്ട് അടുക്കളയിൽ ഒടുക്കത്തെ പണി. അവിടെയാണ് മർത്തയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പാളിച്ച. ഈശോ ദൈവശാസ്ത്രന്മാർ വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 2 മനുഷ്യരെ കാണാം. ഒന്ന് ആത്മീയത ഉള്ള മനുഷ്യന്റെ ജീവിതത്തിലെ 2 വ്യക്തിത്വങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ആത്മീയത മാത്രം അന്വേഷിക്കുന്ന വ്യക്തിത്വങ്ങൾ. രണ്ടാമത്തെ വ്യക്തിത്വങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള 2 വ്യക്തി മനോഭാവങ്ങളാണ്. ഒന്ന് ആത്മീയ തലം, മറ്റത് ഭൗതിക തലം. ഇവിടെ മർത്തയും മറിയവും. മർത്ത ഭൗതിക തലങ്ങളുടെ ഒരു പ്രതീകമാണ്, മറിയം ആത്മീയ തലങ്ങളുടെ പ്രതീകമാണ്. ഈശോ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികള്, ആകുലതകള്, ഉത്കണ്ഠകള് ഒക്കെ നീ മാറ്റിവെക്കണം. എന്നിട്ട് എന്ത് വേണം? വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. മറിയം ഈശോയ്ക്ക് ജ്യൂസ് കൊടുക്കണ ഒന്നും ഒരു ചിന്തയില്ല. ഈശോ പറയുന്ന തമാശ കേട്ട് ആ കാൽപാദത്തിങ്കൽ മറിയം ഇരുന്നു. എന്തിനാ കാൽപാദത്തിൽ ഇരുന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ സൂചിപ്പിക്കാൻ കാരണം എന്താ? അവന്റെ പാദാതിങ്കൽ ഇരുന്നു. മറിയം ഇരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയില്ലേ? അല്ലെ, മറിയം
ഈശോ പറഞ്ഞ് കേട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തിനാണ് കാൽപ്പാദത്തെങ്കിൽ ഇരുന്നു എന്ന് പറയുന്നത്? കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് അവിടെ നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ ആർഷഭാരതത്തിലുണ്ടായിരുന്നതാണ്. ഒരു 18-ാം നൂറ്റാണ്ട് വരെ, 19ാം നൂറ്റാണ്ട് ആദ്യം വരെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിനോടൊത്ത് വസിച്ച് ഗുരുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിലത്തിരുന്നു കൊണ്ട്, കാൽപാദം ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കാം, സ്വീകരിക്കാം, ഉപദേശങ്ങൾ സ്വീകരിക്കാം. അപ്പൊ മറിയം ചെയ്തെന്താണെന്നറിയോ? ഈശോയുടെ ശിഷ്യയായിട്ട് മാറി, ആ ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാമത്തെ അധ്യായം 3-ാം വാക്യത്തില് ആ വചനം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാമത്തെ അധ്യായം 3-ാം വാക്യത്തില് കൃത്യമായിട്ട് പൗലോസ്ലീഹയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22:3. ഞാനൊരു യഹൂദനാണ്. ആരാ പറഞ്ഞ? പൗലോസാണ് പറയുന്നത്. പൗലോസ് ശിഷ്യപ്പെട്ടത്, പൗലോസ് ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞത്, ഈശോയെ കുറിച്ച് അറിഞ്ഞത് ഗമാലിയേൽ എന്ന് പറഞ്ഞ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗമാലിയേലിന്റെ അടുത്ത് പോയിട്ട് കാൽപാദത്തെങ്കിൽ ഇരുന്ന് ശിക്ഷണം സ്വീകരിച്ചിട്ടാണ് പൗലോസ് ഈശോനെ കൂടുതൽ അടുത്തറിഞ്ഞത്. ഗമാലിയേലാണ് പൗലോസിനെ അവിടുന്ന് കൂടുതൽ മാനസാന്തരം വന്ന കഴിഞ്ഞ ശേഷം ആത്മീയമായിട്ട് വളരാനായിട്ട് സഹായിച്ചത്. അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാലേ, ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഒരു ഗുരു നമുക്കുണ്ടാകണം. ആത്മീയമായിട്ട് എല്ലാ വിശുദ്ധാത്മാക്കൾക്കും ഒരു സ്പിരിച്വൽ ആത്മീയ ഗുരുത്വം ഉണ്ടാകാറുണ്ട്. മറിയം ഇവിടെ യേശുവിന്റെ പാദത്തിൽ ഇരുന്നുകൊണ്ട് യേശുവുമായിട്ട് ഒരു ശിഷ്യ ഗുരു ബന്ധം സ്ഥാപിക്കുക. യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അതിന്റെ അർത്ഥം ദൈവശാസ്ത്രം പറയുന്നത് അത്യാവശ്യമായ കാര്യം ഏതാണ്? ഇവിടെ മർത്ത ഈശോയെ സ്വീകരിക്കാൻ സൽക്കരിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും 10 മടങ്ങ് വിശേഷപ്പെട്ടതാണ് ഈശോയുടെ പാദത്തങ്ങളിലിരുന്ന് ഈശോ പറയുന്നത് കേൾക്കാം, സ്വീകരിക്കാം. ആണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആണ് ഈശോ പറഞ്ഞത് മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തെന്ന് പറയുന്നത്. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു. ഇന്ന് ഈശോയുടെ അടുത്തിരിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരം എവിടെയാ? പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാനന്ദന്റെ മുമ്പിലെ. ഈശോ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാ? വചനത്തിലൂടെ. ദൈവവചനം നിന്റെ ആത്മീയ ഭക്ഷണമാക്കുമ്പോഴാണ് ഈശോ നിന്നിലൂടെ സംസാരിക്കുന്നത്. വചനത്തിലൂടെയാണ്, വചനം വായിക്കുമ്പോഴാണ് ഈശോ നമ്മോട് ഓരോ വചനത്തിലൂടെയും സംസാരിക്കും. അതിനായിട്ട് ഈശോയുടെ പാദത്തിലിരുന്ന് ഈശോ പറയുന്നത് മുഴുവനും ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈശോ നമ്മളെ കുറിച്ച് നോക്കിയിട്ട് പറയും, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഇരിക്കുമ്പോൾ മറിയത്തിന് വല്ല ആകുലതയുണ്ടാ? ടെൻഷൻ ഉണ്ടാ? ഇല്ല. ഉത്കണ്ഠയുണ്ടാ? ഇല്ല. അപ്പൊ ഈശോയ്ക്ക് നമ്മൾ പരിപൂർണമായിട്ട് എല്ലാം സമർപ്പിക്കുമ്പോൾ
ആകുലതകള്, ഉത്കണ്ഠകള്, വ്യഗ്രതകള്, ജീവിത വ്യഗ്രതകള് എല്ലാം ഈശോ നോക്കിക്കോളും. മർത്തയ്ക്ക് പറ്റിയത് അവിടെയാണ്. എന്റെ മർത്ത എന്ത് ചെയ്തു? വീണ്ടും മർത്തയുടെ ഭാഗത്ത് തെറ്റുണ്ട്. എന്താ മർത്തയുടെ ഭാഗത്ത് തെറ്റെന്നറിയോ? കുറെ കാര്യം ചെയ്തു, പക്ഷെ പരാതി. നമ്മുടെയൊക്കെ നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ട്, ഒത്തിരി കൃപയില വരുന്നുണ്ട്, പക്ഷേ പരാതി, പിറുപിറുപ്പ്. അഭിഷേകം മൊത്തം പോയി. 1,00,000 ലിറ്റർ കുറഞ്ഞ ടാങ്കാണ്, അതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം അടിക്കുന്നതനുസരിച്ച് വലിയ വലിയ ഓട്ടയുണ്ട്, വെള്ളം അപ്പുറത്തോടെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറയാണ്, ഈശോയെ എത്ര നേരം മോട്ടർ അടിച്ചിട്ട് ടാങ്കാണെന്ന് അറിയണമില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മുടേത്. കൃപയൊക്കെ ഉണ്ട്, അഭിഷേകമൊക്കെ ഉണ്ട്, പക്ഷേ ചില ഓട്ടങ്ങൾ നമ്മൾ അടയ്ക്കണം. ഇസ്രായേൽ ജനം ഒത്തിരി കൃപയില്, ഒത്തിരി അനുഭവത്തിലേക്ക് അവര് മോശയുടെ കൂടെ കടന്നു വന്നു. പക്ഷേ പ്രതിസന്ധി വന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? കർത്താവിനെതിരെ, ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ, അഹ്റോനെതിരെ, ജോഷയ്ക്കെതിരെ അവര് പിറുപിറുത്തു. കഴിഞ്ഞു, മൊത്തം കാറ്റുപോയി. നമ്മുടെ ജീവിതം പലപ്പോഴും വരുന്നത് പരാതിയും പരിഭവവും ഒഴിവാക്കിയിട്ട് ഇതിന്റെ പിന്നിലെ എന്ത് സഹനായിക്കൊള്ളട്ടെ, വിമർശനമായിക്കൊള്ളട്ടെ, ഇതിന്റെ പിന്നിലെ കർത്താവിന്റെ പദ്ധതിയുണ്ട്. അവിടെയാണ് മർത്തയ്ക്ക് പറ്റിയ രണ്ടാമത്തെ വീഴ്ച. മർത്ത ഈശോയോട് പരാതി പറഞ്ഞ കണ്ടില്ലേ, ഫുൾ കുത്തിരിക്കുക. പലപ്പോഴും നമ്മളും ചോദിക്കാറുണ്ട്, നീ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനത്തിന് പോയിട്ട് നിനക്ക് എന്താ കിട്ടിയത് കണ്ടില്ലേ? എന്താ? സഹനം. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന, പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? പലരും ചോദിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് എന്താ കാര്യം? നിനക്ക് കിട്ടിയത് കണ്ടില്ലേ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്തിട്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പൊ ഈ കുരിശുകളും സഹനങ്ങളും ദൈവം നമുക്ക് വെച്ചിട്ടുള്ളതാ. അത് നന്മയ്ക്കായിട്ട്, അഭിഷേകത്തിനായിട്ട് മാറ്റുമ്പോഴാണ് അതിലെ മറിയത്തെ പോലെ എന്ത് മുഖമുണ്ടായിക്കോട്ടെ, ഞാൻ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇതേ ഒരു അനുഭവം സ്ത്രീഹന്മാർക്കുണ്ടായിട്ടുണ്ട്. വഞ്ചിയിൽ പോവാ, ഉടനെ ഇന്നലെ ഉണ്ടായ പോലെ ഒരു കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് വന്നു. വഞ്ചിക്കിടന്ന് എങ്ങനെ സർക്കസ് കാണിച്ചോണ്ടിരിക്കുക. ചില സ്ത്രീകന്മാരെ എടുത്ത് ചാടാൻ നോക്കി, ബാക്കി പിടിച്ച് വെച്ചതാ വെള്ളത്തിലേക്ക്, മറയുന്നു പേടിച്ചിട്ട്. അവര് ഭയപ്പാടുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഈശോ കൂടി ഉണ്ടായിട്ട്, ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച് ഈശോ കൂടി ഉണ്ടായിട്ട് ഇവർക്ക് പേടിയായി. കാരണം ഈശോ കിടന്നുറങ്ങല്ലേ. ദൈവശാസ്ത്രന്മാര് പറയുന്നത് അതിൽ കുറെ പേര് പോയിട്ട് ഈശോയുടെ കാല് പിടിച്ച് വലിച്ചു എന്നാ, എനിക്കാൻ വേണ്ടിയിട്ട്. കൂർക്കം വലിച്ചു തുടങ്ങായിരുന്നു ഈശോ. തലേദിവസം ഉറങ്ങിയിട്ടില്ല. രാത്രിയില് മലമുകളിലിരുന്ന് പിതാവുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ ഉറക്കം പോയിട്ടിരിക്കുന്ന സമയത്താ ഇവിടെ കിടന്ന് കാല് പിടിച്ച് വലിച്ചത് എനിക്കാണ്ടായപ്പോ. കാരണം ഞങ്ങളിതാ മത്സരിക്കാൻ അവര് പറഞ്ഞ വാചകത, ഞങ്ങളിതാ എന്താ പറഞ്ഞ നശിക്കാറായിന്ന്. നീ അവിടെ കിടന്നുറങ്ങ. നമ്മളും ചോദിക്കും, ചില ബുദ്ധിമുട്ടും പ്രയാസം രോഗങ്ങൾ വരുമ്പോഴൊക്കെ, നീ അവിടെ കുരിശുമ്മ കിടന്നോ, വല്ല ഉപകാരം ഉണ്ടാ? കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവിനെ കാൺപാത്തെങ്കിൽ ഞാനും ഉണ്ട്. ഞാനും എൻ്റെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് തളരില്ല. ഏത് കാറ്റ് വന്നാലും, ഏത് തിരമാല വന്നാലും, ചുഴലിക്കാറ്റ് വന്നാലും
വന്ന വഴിക്ക് തിരിച്ചു പൊക്കോളും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാനായിട്ട്, ഏത് ചുഴലിക്കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാൻ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അർത്ഥം എന്താ? നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോയി എനിക്ക് പ്രശ്നമുണ്ടാവില്ല എന്നാണ് അർത്ഥം. എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനത്തിന് വന്നു, പ്രശ്നവും സഹനവും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം അല്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു, യേശു എന്റെ കൂടെ ഉണ്ടായിട്ട്, വഞ്ചിയിലുണ്ടായിട്ട് എന്തുകൊണ്ട് കൊടുങ്കാറ്റ് വന്നു? അല്ലേ? യേശു പോവല്ലേ? യേശു പോണ വഴിക്ക് കൊടുങ്കാറ്റുണ്ടാവാൻ പാടണ്ട? ഇത്രയും ചുഴലിക്കാറ്റുണ്ടാവാൻ പാടണ്ട? പക്ഷെ കൊടുങ്കാറ്റ് വരുമ്പോഴാണ്, ചുഴലിക്കാറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ട്? ഈശോയെ ആശ്രയിക്കാനുള്ള, ഈശോയെ വലിക്കാനായിട്ട്, കാല് പിടിച്ച് വലിക്കാനായിട്ട്, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പ്രതിസന്ധികളിലൊക്കെ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഈ 28-ാം തീയതി സഹനത്തിന്റെ പുത്രിയായ അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അൽഫോൺസമ്മ എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാം? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് അറിയാം? അൽഫോൺസമ്മയുടെ, കർത്താവേ, നിന്റെ പീഡാനുഭവത്തിനോട് ചേർന്നിരിക്കാനായിട്ട് എൻ്റെ ഈ സഹനത്തെ നീ മാറ്റാനല്ല പ്രാർത്ഥിച്ചേ, മൂർജിപ്പിക്കണമേ. ഓരോ ദിവസവും അൽഫോൺസമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, എൻ്റെ ഈ സഹനത്തെ നീ മൂർജിപ്പിക്കണമേ, നിന്റെ പീഡാനുഭവത്തോട് എനിക്ക് ചേർന്നിരിക്കണം, നിന്റെ കൂടെ എനിക്കും കുരിശില് സഹിക്കണം, നിന്റെ കൂടെ എനിക്ക് കുരിശില് അനുഭവിക്കണം, അതിനായിട്ട് എൻ്റെ ഈ വേദനയെ മൂർജിപ്പിക്കണമെന്ന് അൽഫോൺസമ്മ പ്രാർത്ഥിച്ചത്. നേരെ മറിച്ച് ആ സഹനം മാറാനായിട്ട് അൽഫോൺസമ്മ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് ഒരു വിശുദ്ധിയെ നഷ്ടപ്പെടും. അൽഫോൺസമ്മയുടെ സഹനം കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത പോലെ ആയിത്തീരുകയും ചെയ്യും. അതിനാല് അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ഞായറാഴ്ച അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹനങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ കുരിശിൻ ചോട്ടിൽ നിൽക്കുവാനായിട്ട്, ഈശോയുടെ കുരിശോട് ചേർന്നിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.